CPMന്റെ കരുത്തനായ നേതാവായിരുന്ന ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ ശ്രീ ബുദ്ധദേവ് ഭട്ടാചാര്യ 80 വയസ്സ് അന്തരിച്ചു. ബംഗാളിലെ വീട്ടിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 2000 മുതൽ 2011 വരെ കാലഘട്ടത്തിൽ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ അനാരോഗ്യം മൂലം 2019 മുതൽ പാർട്ടി ചുമതലകൾ വഹിച്ചിട്ടില്ല. 2019-2020 ശേഷം അദ്ദേഹത്തെ പൊതുപരിപാടികളിലൊന്നും തന്നെ ആരോഗ്യ കാരണങ്ങളാൽ കണ്ടിട്ടുമില്ല. 2001-ലെയും 2006-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്തുവാൻ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നേതൃത്വം സഹായിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ 2011-ൽ കനത്ത പരാജയം നേരിട്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി പയ്യെ മങ്ങിവരികയായിരുന്നു. 2006-2011 കാലത്ത് വ്യവസായങ്ങൾക്കായുള്ള കൃഷിഭൂമി ഏറ്റെടുക്കലാണ് ബുദ്ധദേവിൻ്റെ മന്ത്രിസഭയ്ക്കെതിരെ ജനരോഷം അഴിച്ചുവിട്ടത്. സിംഗൂർ, നന്ദിഗ്രാം, മിഡ്നാപൂർ വിഷയങ്ങൾ ഉയർത്തിയ കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധദേവനും അനുയായികൾക്കും പറ്റിയില്ല. CPM കേവലം 40 സീറ്റിൽ ഒതുങ്ങുകയായിരുന്നു. 2015-ലെ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹത്തെ PBയിൽ നിന്നും ഒഴിവാക്കി. കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി മാത്രം തുടർന്നു. 1944 മാർച്ച് 1 ജനിച്ച ബുദ്ധദേവ് പ്രസിഡൻസി കോളേജിൽ നിന്നും ബിരുദം നേടി. 1971-ൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും 1985-ൽ കേന്ദ്ര കമ്മിറ്റി അംഗവുമായി. CPMന്റെ രാജ്യത്തെ വളർച്ചയ്ക്ക് വളരെയധികം സംഭാവന ചെയ്ത അതുല്യനായ ഒരു നേതാവായിരുന്നു ശ്രീ ബുദ്ധദേവ് ഭട്ടാചാര്യ. ബംഗാളി ഭാഷയിൽ അഗാധ പാണ്ഡിത്യം നേടിയിരുന്ന ശ്രീ ബുദ്ധദേവ് ഭട്ടാചാര്യ സാഹിത്യരംഗത്തും തൻ്റെതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അതുല്യ നേതാക്കളിൽ ഒരാളായിരുന്ന ശ്രീ ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് RR ടോക്സിൻ്റെ പ്രണാമം.